الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أيها الإخوان والأخوات أوصيكم وإياي أولا بتقوى الله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم لا تقم فيه أبدا لمسجد نسس على التقوى من أول يوم أحق أن تقوم فيه رجال يحبون أن يتطهروا والله يحب المطهرين ബഹുമാനികളായ സത്യവിശ്വാസികളെ വിശ്വാസിനികളെ, കാരുണ്യവാനായ പടച്ചറപ്പിൻ്റെ വിധിവിലക്കുകൾ ജീവിതത്തിലെപ്പോഴും പാലിക്കണമെന്ന് എന്നോടും നിങ്ങളോടും ഓർമ്മപ്പെടുത്തുന്നു, വസിയത്ത് ചെയ്യുന്നു. പടച്ചറപ്പ് ഇരു ലോക വിജയികളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. മാരകമായ രോഗങ്ങളിൽ നിന്ന് റബ്ബ് കാത്തു രക്ഷിക്കുമാറാകട്ടെ. അല്ലാഹുവിൻ്റെ അപാരമായ അനുഗ്രഹം കൊണ്ട് ജീവിതത്തിൻ്റെ ഓരോ അനുഭൂതികളും ഉൾക്കൊണ്ടും മനസ്സിലാക്കിയും അതിനോട് നന്ദി രേഖപ്പെടുത്തിയും റബ്ബിൻ്റെ അപാരമായ അനുഗ്രഹത്താൽ നമ്മുടെ ജീവിതം മുന്നോട്ട് പോകുന്നു. കഴിഞ്ഞ ആഴ്ച സൂചിപ്പിച്ച പോലെ റബ്ബിൻ്റെ അനുഗ്രഹം എന്ന നിലയിലാണ് മഴയെ നമ്മൾ കാണുന്നത്. റഹ്മത്ത് എന്നാണ് മഴയെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളത്. അതിൻ്റെ അർത്ഥം കാരുണ്യം എന്നാണ്. അത് ശപിക്കാൻ പാടുള്ളതല്ല. കാലത്തെ നിങ്ങൾ ആക്ഷേപിക്കരുത്, ഞാനാകുന്നു കാലം എന്ന് അള്ളാഹു പറയുന്നതായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. വരണ്ടുണങ്ങിയ ഭൂമിക്ക് ഒരാശ്വാസമായിട്ടാണ് അള്ളാഹു മഴ തരുന്നത്. അതൊരിക്കലും ഒരു രോഗം അല്ല. പൊതുവെ ആളുകൾ പറയാറുണ്ട് മഴക്കാലം എന്ന് പറഞ്ഞാൽ ഒരു രോഗത്തിൻ്റെ, അങ്ങനെയല്ല. ഖുർആൻ പറയുന്നത് വഅൻസല മിനസ് സമാഇ മാഅൻ തുഹൂറൻ എന്നാണ്. ശുദ്ധമായ ജലമാണ് മാനത്തുനിന്ന് റബ്ബിറക്കി തന്നിട്ടുള്ളത് എന്നാണ്. കറകളഞ്ഞ ജലം. നമ്മൾ ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ അതിനെ ഉപ്പ് രസമാക്കുമായിരുന്നു, പക്ഷെ അത് ചെയ്തിട്ടില്ല എന്നുള്ള പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് വേണ്ടി സ്വച്ഛന്തമായ സ്ഫടിക സമാനമായ ഏറ്റവും ശുദ്ധീകരിക്കപ്പെട്ട പാനീയമാക്കി റബ്ബ് മഴയെ ഇറക്കിത്തരുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ പുതിയ കാലത്ത് വിശ്വാസികൾ എന്ന നിലയിൽ ശുചിത്വം വളരെ പ്രധാനമാണ്. നമുക്കറിയാവുന്നതുപോലെ ആരോഗ്യ പ്രവർത്തകരൊക്കെ നമ്മുടെ വീടുകളിൽ വന്നിട്ട് നമ്മളെ ഉപദേശിക്കുന്ന പ്രധാനപ്പെട്ട ഒരു സംഗതി വീട്ടിൽ വൃത്തി വേണം, പരിസരം വൃത്തി വേണം എന്നാണ്. അല്ലെങ്കിൽ പലതരത്തിലുള്ള രോഗങ്ങൾ പിടികൂടുകയും അത് മാരകമാവുകയും അത് സാംക്രമികമാവുകയും മരണത്തിന് വരെ അത് ഹേതുവാവുകയും ചെയ്യുന്നു എന്ന് അവർ പറയുന്നുണ്ട്. സത്യവിശ്വാസികളെന്ന നിലയിൽ
ഒരുപാട് പഠനവും ഒരുപാട് ചിന്തയും ആ വിഷയത്തിൽ അനിവാര്യമാണ്. ശുചിത്വം എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനമാണ്. റബ്ബിന്റെ ഇഷ്ടം എന്ന് പറയുന്ന ഒരു സംഗതിയുണ്ട് ഖുർആനിൽ. ഓരോരുത്തരുടെ ഇഷ്ടം അത് വളരെ പ്രധാനമാണ്. ജീവിതത്തിൽ നമ്മുടെ പ്രിയപ്പെട്ടവരുടെ ഇഷ്ടം അത് പ്രധാനമാണ്. അതുണ്ടാകുമ്പോൾ ആ ജീവിതം നിറമുള്ളതാകുന്നത്, അല്ലെങ്കിൽ ജീവിതം ഇരുൾ മുറ്റിയതാകും. നമ്മെ പടച്ച നമ്മുടെ റബ്ബിന്റെ ഇഷ്ടത്തെക്കുറിച്ച് പറയുന്നുണ്ട്. അവൻ ഇഷ്ടപ്പെടുന്നു. ഖുബാ മസ്ജിദിലേക്കുള്ള ജനങ്ങളുടെ പ്രവാഹം കണ്ടപ്പോ കപട വിശ്വാസികൾ ഒരു തന്ത്രമെടുത്തു. അവർ പകരത്തിന് പകരം വേറെ ഒരു പള്ളി കയറ്റിയ കഥയുണ്ട് ഖുർആനിൽ. സൂറത്ത് തൗബയിലെ 108 ആയത്തും ഓതി വെച്ചത് അതിന്റെ വ്യാഖ്യാനവും വായിക്കുമ്പോൾ ബോധ്യമാകുന്നത്. കൃത്യമായിട്ടാണ് ഖുർആൻ പറയുന്നത്. ആ മസ്ജിദ് കയറ്റിയിട്ട് അവിടുത്തെ ആദ്യത്തെ നമസ്കാരത്തിന് നേതൃത്വം നൽകാൻ അവർ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ തന്നെ ക്ഷണിച്ചു. നബിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയുമായിരുന്നില്ല. കാരണം പ്രത്യക്ഷമായിട്ടാണ് അള്ളാഹുവിന്റെ റസൂല് തീരുമാനങ്ങൾ എടുക്കുക. അവിടെ നിസ്കരിക്കാൻ വരണമെന്നേ പറഞ്ഞിട്ടുള്ളൂ. അത് ക്ഷണം സ്വീകരിക്കണം എന്ന് നബിയുടെ മനസ്സ് മന്ത്രിച്ചിട്ടുണ്ടാകണം. പക്ഷെ നബിയെ തിരുത്തുന്നു, നബിക്ക് ദർശനം നൽകുന്നു, മാർഗദർശനം നൽകി ഖുർആൻ പറഞ്ഞു, ലാ തഖും ഫീഹി അബദാ. നമ്മൾ ഒരിക്കലും അവിടെ പോയി നിൽക്കണ്ട. കാരണം ലമസ്ജിദുൻ നുസ്സിസ അല തഖ്വാ, ഒരു പള്ളി എന്ന് പറയുമ്പോൾ അതിൻ്റെ ഒരു നിർമ്മാണത്തിൽ ഒരു തഖ്വ ഉണ്ടാകണം. തഖ്വ പ്രധാനമാണ് മസ്ജിദിന്റെ നിർമ്മാണത്തിൽ. ജനങ്ങളുടെ സൂക്ഷ്മതാബോധം, അത് റബ്ബിലേക്ക് ജനങ്ങളെ അടുപ്പിക്കുക എന്നുള്ള നിയ്യത്തുണ്ടാകണം. എന്ന് മുതൽ മിൻ അവ്വലി യൗമിൻ, അതിന്റെ തുടക്കം മുതൽ അഹഖു അൻ തഖൂമ ഫീഹി, അങ്ങനെ തഖ്വയുള്ള മസ്ജിദിലാണ് പ്രവാചകരെ താങ്കൾ നിസ്കരിക്കാൻ യോഗ്യതപ്പെട്ടത്, കടപ്പെട്ടത്. ആ പള്ളിയുടെ പ്രത്യേകത നിങ്ങൾക്കറിയോ? ഖുബാ പള്ളി, ഫീഹി റിജാലുൻ, അവിടെ കുറെ ആളുകളുണ്ട്. എന്താണ് അവരുടെ സവിശേഷത? യുഹിബ്ബൂന അൻ യതതഹറു, അവർ ശുദ്ധി ഉണ്ടാകാൻ ഇഷ്ടപ്പെടുന്നവരാണ്. അതുകൊണ്ട് അല്ലാഹു യുഹിബ്ബുൽ മുത്തഹിരീൻ, അല്ലാഹു ശുദ്ധിയുള്ളവരെ ഇഷ്ടപ്പെടുന്നവനാണ്. റബ്ബിന്റെ പ്രിയം, അള്ളാഹിന്റെ ഇഷ്ടം. ഇതിനൊരു മറുവശം ഉണ്ടാവുമല്ലോ. വൃത്തിയില്ലാത്തവൻ, ശുചിത്വമില്ലാത്തവൻ, ഇത് റബ്ബിന്റെ കോപത്തിന് വിധേയമാകുന്ന കൂട്ടത്തിൽ പെടും എന്നുള്ളതാണ്. അതുകൊണ്ടാ പുണ്യ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, തഹൂറു ശത്റുൽ ഈമാൻ. വൃത്തി എന്ന് പറയുന്നത്, ശുചിത്വം എന്ന് പറയുന്നത് അത് വിശ്വാസത്തിന്റെ ഭാഗമാണ്, അല്ലെങ്കിൽ വിശ്വാസത്തിന്റെ പാതിയാണ്. മുസ്ലിം ഉദ്ധരിക്കുന്നു എല്ലാ കാര്യവും അവിടുന്ന് പറഞ്ഞിട്ടുണ്ട്. പല്ല് തേക്കുന്നതിന്റെ പ്രാധാന്യം പറഞ്ഞിട്ടുണ്ട്. ലൗലാ അനശുക്ക അലാ ഉമ്മത്തി, എന്റെ സമൂഹത്തിന് പ്രയാസമാകുമായിരുന്നില്ലെങ്കിൽ അവരോട് എല്ലാ ഉളൂഹിന്റെ ഉടനെയും പല്ല് തേക്കൽ നിയമമാക്കുമായിരുന്നു. അപ്പൊ ദീനിലൊരു പ്രയാസമുള്ള നിയമം വേണ്ട എന്നുള്ള അത് ഒഴിവാക്കി. പക്ഷെ ആ പദത്തിലറിയാം അതിന്റെ ഒരു പ്രാധാന്യം എത്ര വലുതാണ് എന്നുള്ളത്. ചെറുതും വലുതുമായ അനേകം കാര്യങ്ങൾ. നമ്മുടെ അമലുകൾ നോക്കൂ, നമ്മുടെ ജീവിതം നോക്കൂ, നമ്മുടെ ക്രയവിക്രയം നോക്കൂ. അവിടൊക്കെ ഈ ശുചിത്വം എത്ര പ്രധാനമായിട്ടാണ് ഇസ്ലാം പരിചയപ്പെടുത്തുന്നത്. അകവും പുറവുമുള്ള ഒരു ശുചിത്വമുണ്ട് നമുക്ക്. വുളൂ നിങ്ങൾ നിർവഹിക്കുമ്പോൾ ആ വുളൂവിന് ശേഷം നിങ്ങൾക്കൊരു ദുആയുണ്ട്. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഹ്ദഹു ലാ ശരീക ലഹ്. മർമ്മപ്രധാനമാണ്. അല്ലാഹുവിൽ വിശ്വസിച്ചു, ഞാനതിന് സാക്ഷിയായി, അവൻ ഏകനാണ്, അവന് പങ്കുകാരില്ല. കലിമ ഷഹാദത്തിന്റെ 1. പിന്നെ പറഞ്ഞു വഅശ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു. മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിന്റെ ദൂതൻ, അവന്റെ പ്രവാചകൻ. അതും ഞാൻ എൻ്റെ ഹൃദയം കൊണ്ട് ഏറ്റു, ജീവിതം കൊണ്ട് സാക്ഷ്യപ്പെടുത്തി. പിന്നെയാണ് ദുആ വരുന്നത്, അല്ലാഹുമ്മ ജഅൽനീ മിനൽ തവ്വാബീന വജഅൽനീ മിനൽ മുതതഹിരീൻ. പടച്ചോനെ, എന്നെ തൗബ സ്വീകരിക്കുന്നവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തണം. പടച്ചവനെ, എന്നെ ശുചിയുള്ളവരുടെ ശുചിത്വമുള്ളവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തണം. അല്ലാത്തൊരു ദുആയാണത്. വ്യാഖ്യാനം നോക്കുമ്പോൾ ഉള്ളും പുറവുമുള്ള ശുചിത്വമാണ്. ഉള്ളിലെ ശുചിത്വം വിശ്വാസവുമായി ബന്ധപ്പെട്ടതാണ്. വിഷമം, പ്രയാസം, മാതി, വ്യാധി, ദുഃഖം, സങ്കടം ജീവിതത്തിൽ സ്വാഭാവികമാണ്.
പറയാൻ അല്ലാഹ് മാത്രം, വേറെ ആരുമില്ല. പറയാൻ റബ്ബ് മാത്രം. ഉദ്ഊനി അസ്തജിബ് ലക്കും, ചോദിക്കൂ നിങ്ങൾ, ഞാൻ ഉത്തരം നൽകും. വനഹ്നു അഖ്റബു ഇലൈഹി മിൻ ഹബ്ലിൽ വരീദ്, നിങ്ങളുടെ കണ്ട നാടിയേക്കാൾ ഞാൻ നിങ്ങളോട് അടുത്തിട്ടുണ്ട്. എന്റെ കാലിന്റെ ചെരുപ്പിന്റെ വാറ് പൊട്ടുമ്പോ ഞാൻ റബ്ബിനോട് പറയുമെന്ന് പറയുന്ന ഒന്നാം ഖലീഫ ഉൾക്കൊണ്ട ആദർശത്തിന്റെ പിന്മുറക്കാർ എന്ന നിലയിൽ ആ വാക്കുകളൊക്കെ വളരെ പ്രധാനമാണ്. അതുകൊണ്ട് അകം ശുദ്ധിയാകണം. ലക്ഷോപലക്ഷം വരുന്ന നബിമാര് വന്ന് പഠിപ്പിച്ച പ്രധാനപ്പെട്ട കാര്യം അത് ലാ ഇലാഹ ഇല്ലല്ലാഹയാണ്. അവിടെ പാളിപ്പോകരുത്. ജീവിതത്തിൽ പരീക്ഷണം ഉണ്ടാകുമ്പോ അതിരിവിട്ട് പോകരുത്. മനുഷ്യന് അതിരിവിടും, സ്വാഭാവികമാണ്. ഇന്നൊന്നലിയുള്ളതല്ല, ലോക ചരിത്രത്തിന്റെ പാഠമാണ്. ദൃഷ്ടാന്തങ്ങൾ നോക്കിക്കണ്ട ജനത വഴിതെറ്റിപ്പോയിട്ടുണ്ട്. ഫറോവാനെ മുക്കി നശിപ്പിച്ചത് കണ്ട മൂസ നബി അലൈഹി ഇസ്ലാമിന്റെ ജനത അടുത്ത നിമിഷാണ് മൂസാ നബിയോട് പറഞ്ഞത്, ഞങ്ങൾക്കൊരു ഇലാഹിനെ നിശ്ചയിച്ചു തരണം. കമാലഹും ആലിഹ, അവർക്ക് ഇലാഹുള്ളത് പോലെ. മനുഷ്യൻ അങ്ങനെയാ, ദുർബലനാണ് പലപ്പോഴും മനുഷ്യൻ, ഇളകിപ്പോകും മനുഷ്യൻ. ചില അസുഖങ്ങളൊക്കെ വരുമ്പോ ഏറ്റവും പ്രിയപ്പെട്ടവർ എന്ന് കരുതുന്നവർ പറയും, ഇത് ആശുപത്രി കൊണ്ട് മാറൂല, നിങ്ങൾ ഇന്ന സ്ഥലങ്ങളിൽ പോണ്ടി വരും. അപ്പൊ നമ്മളെ മനസ്സിളകി. ഭാര്യ മന്ത്രിച്ചു, ഇനിയിപ്പോ അതൊന്നും നോക്കി നിന്നിട്ട് കാര്യമില്ല. നമ്മളവിടെ പരീക്ഷിക്കപ്പെട്ടു. ദുർബലമായ വിശ്വാസത്തിന് ഏറ്റവും മാതൃകയാകേണ്ടവൻ അടിപ്പെട്ടു. അതുകൊണ്ട് ആ തവ്വാബീൻ ഞങ്ങളതിൽ പെടുത്തണം. പിന്നെ ഞങ്ങളെ പെടുത്തണം റബ്ബേ ഏറ്റവും ശുചിയുള്ളവരുടെ കൂട്ടത്തിൽ. അതുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നഖം വെട്ടുന്നതിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. മുടി ചീകി ഒതുക്കും പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു പറയാണ്, ഞാൻ നബിയെ നോക്കുമ്പോ അവിടുന്ന് എപ്പോഴും മുടി ചീകുന്നത് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. അത് അവിടത്തേക്ക് ഏറ്റവും ഇഷ്ടമായിരുന്നു. ഇപ്പൊ പുതിയൊരു ട്രെൻഡ് നോക്കിയിട്ടുണ്ടാകും, മക്കളൊന്നും മുടി ചീകൂല, ചീർപ്പ് വേണ്ട. അതങ്ങനെ ഒരു മോഡലായി വരികയാണ്. അത് ഇസ്ലാമിക വിരുദ്ധമാണ്. അങ്ങനെ മുടി ചീകി ഒതുക്കുക എന്നുള്ളത്, മുടി വളർത്തുന്ന രീതി എന്താ എന്നുള്ളത് വേറെ വിഷയമാണ്. അത് അടക്കി ഒതുക്കി വെക്കുക, അത് ചീകി വൃത്തിയാക്കുക. വഹുവ മിൻ സുന്നത്തി, അത് അവിടുത്തെ ചര്യയുടെ ഭാഗമായി വരുന്നു. വസ്ത്രത്തിന്റെ ശുചിത്വം, നമസ്കാരത്തിലെ ശുചിത്വം, നമസ്കരിക്കുന്ന സ്ഥലത്ത് ശുചിത്വം, നിങ്ങളുടെ രഹസ്യഭാഗങ്ങളിലെ രോമങ്ങൾ പോലും നിങ്ങൾ വെട്ടി ഒതുക്കണം, അത് കളയണം. 40 ദിവസത്തിൽ കൂടുതരുത് എന്ന് വിശുദ്ധ നബിയുടെ ചര്യ പഠിപ്പിക്കുന്നുണ്ട്. ലളിതാണ് സംഗതി, എന്നാൽ ഗൗരവവുമാണ്. സൽമാൻ ഫാരിസി അതുകൊണ്ടാ ചോദിച്ചത്, ജൂതം പരിഹസിച്ചത്, എന്ത് മതമാണ് ഈ മതം? സ്വർഗത്തെക്കുറിച്ച് പറയേണ്ടതിന് പകരം എങ്ങനെ വിസർജിക്കണം എന്ന് പറയാനൊരു മതമോ? സൽമാന്റെ മറുപടിയുണ്ട്, അത് ചരിത്രത്തിൽ ഇങ്ങനെ തിളങ്ങി നിൽക്കുന്നുണ്ട്. ഞങ്ങളുടെ നബി അങ്ങനെ തന്നെയാണ്. എങ്ങനെ വിസർജിക്കണം എന്ന് മാത്രമല്ല, അവിടെ പോകുമ്പോ ഏത് കാല് ആദ്യം എടുത്തു വെക്കണം, എന്ത് നിങ്ങൾ പ്രാർത്ഥിക്കണം, ആ കൃത്യം കഴിഞ്ഞ് തിരിച്ചു പോരുമ്പോ എന്ത് ദുആ ചെയ്യണം, ഏത് രൂപത്തിൽ പോരണം, അതൊക്കെയും ഞങ്ങളെ പഠിപ്പിച്ചു ഞങ്ങളുടെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ. ഞങ്ങൾക്കതിൽ പെരുത്ത് അഭിമാനമാണ്. ഇതെന്ത് നബി എന്ന് ചോദിച്ച് പരിഹസിച്ച ജൂതൻ പോലും ഞെട്ടിപ്പോയി. ആണ് ഈ മതം. മയ്യത്ത് കുളിപ്പിക്കുമ്പോ അല്ലെങ്കിൽ ചില ഹോസ്പിറ്റലുകളിൽ പെട്ടെന്ന് അപകടം പറ്റിയെത്തുമ്പോ ചില ഡോക്ടർമാര് സ്വകാര്യം പറയാറുണ്ട്, ആളൊക്കെ വലിയ ആളാണ്, പക്ഷേ അയാളുടെ സ്വകാര്യ ഭാഗങ്ങൾ അയാൾ വൃത്തിയാക്കാറില്ല. വല്ലാത്തൊരു ദുർഗന്ധവും വല്ലാത്തൊരു പ്രയാസവും ഒരു വിശ്വാസിയിൽ നിന്നുണ്ടാവില്ല. നിസ്കാരം മാത്രമല്ല ദീന്. ആ നിസ്കാരത്തിൽ എത്തണമെങ്കിൽ അതിന്റെ ശുചിത്വം, അതിന്റെ വ്യക്തിത്വം, പുണ്യ നബിയോട് ഖുർആൻ പറഞ്ഞ വാക്കാ, യാ അയ്യുഹൽ മുദ്ദസ്സിർ, മൂടി പുതച്ചുറങ്ങി കിടക്കുന്നവനെ ഖും ഫഅൻദിർ, എഴുന്നേൽക്കണം, ജനതക്ക് മുന്നറിയിപ്പ് നൽകണം. വസിയാബക ഫതഹിർ, നീ നിന്റെ വസ്ത്രം ശുചിയാക്കണം. ഒരു ജനതയുടെ മുമ്പിൽ പോകുമ്പോ
ഒരാളുകൾക്കിടെ മുന്നിൽ നിൽക്കുമ്പോ ഏറ്റവും നല്ല വൃത്തിയോടെ, ഏറ്റവും നല്ല ശുചിത്വത്തോടെ ഇടപഴകുന്ന സ്ഥലങ്ങളിൽ വൃത്തി, വീടിന് വൃത്തി വേണം, പള്ളിക്ക് വൃത്തി വേണം. ഹദീസുകൾ പരാമർശിക്കുമ്പോ പ്രത്യേകമായി കാണാം, അവിടുത്തെ മദീനയിലെ മസ്ജിദ് ഒഴിവ് കിട്ടുമ്പോഴൊക്കെ ഖിദ്മത്തായിട്ട് അടിച്ചു വാരുന്ന ഒരു പെണ്ണുണ്ട്. ആ പെണ്ണ് മരണപ്പെട്ടു. റസൂലുള്ള അതറിഞ്ഞിട്ടില്ല. അവളെ ആളുകൾ മറവ് ചെയ്തു. പിന്നെ നബി അവളെ പറ്റി അന്വേഷിച്ചപ്പോൾ ആരോ പറഞ്ഞു, അവള് മരണപ്പെട്ടു, ഞങ്ങൾ അവളെ മറവ് ചെയ്തു. എന്തേ നിങ്ങൾ ആ വിവരം എന്നെ അറിയിച്ചില്ല? പിന്നെ നബി നേരെ പോയി അവളുടെ ഖബറേതെന്ന് കണ്ടുപിടിച്ചിട്ട് ആ ഖബറിന്റെ സമീപത്ത് നിന്നിട്ട് ആ പെണ്ണിന് വേണ്ടി അല്ലാഹുവിന്റെ റസൂല് മയ്യത്ത് നമസ്കാരം നിർവഹിച്ചു. മയ്യത്ത് നമസ്കാരം ഖബറിന്റെ അവിടെ നടത്താം. നമുക്ക് നേർക്ക് നേരെ അതിന് പറ്റിയില്ലെങ്കിൽ എന്നുള്ളതിന് തെളിവ് പറയുന്ന ഹദീസ് കൂടിയാണ്. അവിടെ ശുചിത്വത്തിന്റെ പ്രധാനം കൃത്യവും വ്യക്തവുമായിട്ട് നമ്മളെങ്ങനെ ബോധ്യപ്പെടുത്തുന്ന, വിശ്വാസികളെ ധൈര്യപ്പെടുത്തുന്ന, അവിടെയാണ് ചില വീടുകളുടെയൊക്കെ അവസ്ഥ. അലക്കാനുള്ളത് എത്ര ദിവസം കഴിഞ്ഞിട്ട് അലക്കുക? അഭിമാനം പറയും അവര്, ഞങ്ങൾ ഞായറാഴ്ചയാണ് അലക്കല്. കുന്നുകൂടി ഇങ്ങനെ കിടക്കുക. അതൊരു വിശ്വാസിയുടെ വീടല്ല. അന്ന് ആ വീട്ടിലൊരു മരണം ഉണ്ടായാൽ എത്ര ആളുകൾ വരും, എത്ര പാത്രങ്ങൾ കഴുകാതെ ഇങ്ങനെ കിടക്കുന്നുണ്ടാകണം. അതുകൊണ്ട് ഒന്നും നീട്ടി വെക്കരുത് എന്നാണ്. അത് ശുചിത്വത്തിന്റെ കാര്യത്തിലും വൃത്തിയുടെ കാര്യത്തിലും. അതുകൊണ്ടാ നേരത്തെ പറഞ്ഞല്ലോ, മനസ്സ് ശുദ്ധിയാകുക, ഹൃദയം ശുദ്ധിയാവുക. ഖലീലുള്ള കുറെ ദുആ പറഞ്ഞിട്ട് ഇങ്ങനെ പറയുന്നത്, ഖുർആൻ പറയുന്നിടത്തൊരു വരിയുണ്ട്, യൗമലാ യൻഫഉ മാലും വലാ ബനൂൻ. റബ്ബേ, ആ ദിവസം എന്നെ നീ അപമാനിക്കരുത്. ഏതാണ് ആ ദിവസം? അന്ന് മക്കൾ ഉപകാരപ്പെടൂല, അന്ന് സമ്പത്തും ഉപകാരപ്പെടൂല. അല്ലാത്തൊരു വാക്കാണ് ഖുർആന്റെ. ദുനിയാവിൽ ആകെയുള്ളൊരു ധൈര്യം എന്താ? മകനുണ്ട് അല്ലെ? വീഴുമ്പോ താങ്ങാനൊരു മകനുണ്ട്, വീഴുമ്പോ ദുആ ചെയ്യാനൊരു മകനുണ്ട്. 6 അടി മണ്ണിൽ വെക്കുമ്പോ അവന്റെ കണ്ണിങ്ങനെ നിറഞ്ഞൊഴുകുന്നത് മനസ്സിലിങ്ങനെ കാണുമ്പോ വികാരമേ വല്ലാത്ത വികാരമാണ്. മക്കൾ അൽ മാലു വൽ ബനൂന സീനത്തുൽ ഹയാത്തി ദുനിയാ. സമ്പത്തും മക്കളും ദുനിയാവിന്റെ അലങ്കാരമെന്ന് പരിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ കഹ്ഫിൽ ഇന്നും നമ്മൾ പാരായണം ചെയ്തിട്ടുണ്ടാകണം. ആ ഖുർആൻ പറയാണെന്ന് മക്കളെ കൊണ്ട് ഒരു ഉപകാരവുമില്ല, അന്ന് നിങ്ങളെ സമ്പത്ത് കൊണ്ടും ഒരു ഉപകാരവുമില്ല. ഇല്ലാ മൻ അത്തല്ലാഹ ബിഖൽബിൻ സലീം. അന്ന് നല്ല ഹൃദയത്തോടെ, ശുചിയുള്ള ഹൃദയത്തോടെ വന്നവൻ, അവൻ മാത്രം രക്ഷപ്പെടുന്ന ദിവസമാണ്. ഹൃദയം നന്നാകണം. ശുചിത്വം പ്രധാനമായി പറയുന്നത് അതുകൊണ്ടാണ്. തല ചീകി വെക്കാതെ, താടി ഒതുക്കി വെക്കാതെ റസൂലുള്ളാഹിന്റെ അടുത്ത് വന്ന ഒരു മനുഷ്യനോട് നബി പറയാണ്, കുളിച്ചു വരിക. അയാള് പോയി കുളിച്ചു, വൃത്തിയായി, നല്ല വസ്ത്രം, സുഗന്ധം പൂശി അയാൾ നബിയുടെ അടുത്ത് തിരിച്ചു വന്നപ്പോ റബി ആ മനുഷ്യന്റെ കൈ പിടിച്ചു പറഞ്ഞു, എത്രമേൽ സുന്ദരനാണ് നീ, അല്ലാഹു നിനക്ക് തന്ന സൗന്ദര്യം എത്ര അത്ഭുതകരമാണ്. എന്നിട്ട് തുടർന്ന് പറഞ്ഞു, ഇന്നല്ലാഹ ജമീൽ, അല്ലാഹു സുന്ദരനാണ്, യുഹിബ്ബുൽ ജമാൽ, അവൻ സൗന്ദര്യത്തെ ഇഷ്ടപ്പെടുന്നവനാണ്. ഇന്നല്ലാഹ കരീം, അല്ലാഹു മാന്യനാണ്, യുഹിബ്ബുൽ കറമ, അവൻ മാന്യതയെ ഇഷ്ടപ്പെടുന്നവനാണ്. ഇന്നല്ലാഹ നളീഫുൻ, അല്ലാഹു വൃത്തിയുള്ളവനാണ്, യുഹിബ്ബുൻ നളാഫ, അവൻ വൃത്തിയെ ഇഷ്ടപ്പെടുന്നവനാണ്. അതുകൊണ്ട് ഫനല്ലിഫു അഫ്നിയതകും, നിങ്ങൾ നിങ്ങളുടെ പരിസരങ്ങൾ വൃത്തിയാക്കുക. പരിസരം വൃത്തിയാക്കുക അല്ലെ? ശുചിത്വം വ്യക്തിത്വത്തിലല്ല, പരിസരത്തും അതിന്റെ വൃത്തി. ഖുർആനിലൊരു ഉപമ പറയുന്നുണ്ട്. കൊതുകിനെയാണ് ആ ഉപമ പറയുന്നത്. അള്ളാഹ്ക്ക് ലജ്ജല്ല കൊതുകിനെ പറ്റി ഉപമ പറയാൻ. ഇന്നല്ലാഹ ലാ യസ്തഹി അൻ യദ്രിബ മസലൻ മാ ബഊദതൻ ഫമാ ഫൗഖഹാ. ബഖറ സൂറത്തിന്റെ തുടക്കഭാഗം ഇങ്ങനെ ഓതി വരുമ്പോ കാണും. ആ ഉപമ കേൾക്കുമ്പോൾ വിശ്വാസികളുടെ ഹൃദയം വിശ്വാസം കൊണ്ട് ത്രസിക്കും.
ആനന്ദം കൊള്ളും. അന്നഹുൽ ഹഖ്ഖു മിർ റബ്ബിഹിം, യഥാർത്ഥം റബ്ബിൽ നിന്നാണ് അവർക്ക് തിരിച്ചറിയും. അവിശ്വാസിയോ അവൻ പറയത്രേ, മാതാ അറാദല്ലാഹു ബിഹാദാ മസലാ, എന്ത് വർത്താനാണിത്, എന്താ ഒരു കൊതുവിന്റെ ഉപമ, ഇതുപോലുള്ള ഉദാഹരണങ്ങൾ കൊണ്ടൊക്കെ എന്താണ് അള്ളാഹു ഉദ്ദേശിക്കുന്നത്? എന്നിട്ട് അള്ളാഹ് പറഞ്ഞു, ചിലരെ ഇതുകൊണ്ട് ചിലരെ നന്നാക്കും, ചിലരെ വഴിപഴപ്പിക്കും. വഴിപഴപ്പിക്കുന്നവർ ബന്ധങ്ങൾ മുറിച്ചു കളയുന്നവരാണ്. അങ്ങനെ കുറേ പറയുന്നൊരു ഭാഗമുണ്ട്. അവിടെ ആ കൊതുകിനെ പറ്റി മാത്രം പഠിച്ചു നോക്കുമ്പോൾ ഇന്ന് അത്ഭുതം തോന്നും. നാളുകൾ പറയുന്ന ഒരുപാട് രോഗങ്ങൾ അതൊക്കെ കൊതുക് പരത്തുന്നു എന്ന് പറയുന്നു. ഡെങ്കിപ്പനി, മലമ്പനി, മന്ത്, ജപ്പാൻ ജ്വരം, അങ്ങനെ ഒരുപാട് അസുഖങ്ങൾ. അള്ളാഹു രോഗങ്ങളിൽ നിന്ന് നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ, പ്രത്യേകിച്ച് സാംക്രമികമായ രോഗങ്ങളിൽ നിന്ന്. ഒരു മനുഷ്യന്റെ ജീവിതം കൂടെ ആശുപത്രി സമർപ്പിക്കുക എന്ന് പറഞ്ഞാൽ ചെറുതല്ല പ്രിയപ്പെട്ടവരെ. രോഗി പിന്നെയും സഹിക്കും, കാരണം അവനെ വിധിക്കപ്പെട്ടു. പക്ഷെ ആ കൂടെ നിൽക്കുന്ന ഒരാളുണ്ട്, അതാണ് ജീവിതത്തിന്റെ അത്ഭുതം. അടുത്ത തലമുറ എന്താവുന്നൊന്നും പറയാൻ പറ്റൂല. എല്ലാം സമർപ്പിച്ച്, കാരണം ഈ നിൽക്കുന്ന ആൾക്ക് ഒരു കേടുമില്ല. അയാള് മറ്റാൾക്ക് വേണ്ടി ഇങ്ങനെ നിന്ന് കൊടുക്കുക. അത് മകനാകാം, അത് സഹധർമ്മിണിയാകാം, അത് ജീവിതത്തിന്റെ പ്രിയപ്പെട്ട ഭർത്താവാകാം, അല്ലെങ്കിൽ വാത്സല്യനിധിയായ മകന്റെ ചാരത്തിരുന്ന് വിതുമ്പുന്ന ഉമ്മയാകാം, അങ്ങനൊക്കെ ആകാം. ആണ് രോഗം എന്ന് പറഞ്ഞത്. ഞാൻ പറഞ്ഞു വന്നത് ഈ കൊതുകിന്റെ ഉപമ അല്ലാത്തൊരു അത്ഭുതമാണ്. ഇപ്പൊ ഏറ്റവും കൂടുതൽ രോഗമല്ലേ, ആളുകൾ വന്ന് പറയും, നിങ്ങൾ വെള്ളം നശിപ്പിക്കണം, കെട്ടി നിൽക്കരുത്, കൊതുക് വരുമ്പോ നിങ്ങൾക്ക് രോഗം ഉണ്ടാകും. എത്രയോ കാലം അത് പഠിപ്പിക്കുന്നുണ്ട്, മനുഷ്യന്റെ നന്മക്ക് വേണ്ടി. തൗബ കൊണ്ട് ആത്മാവിനെ ശുദ്ധീകരിക്കാൻ പഠിപ്പിച്ച മതമാണ്. വുളൂഅ് കൊണ്ടും കുളി കൊണ്ടും ശരീരത്തെ ശുദ്ധീകരിക്കാൻ പഠിപ്പിച്ച്, ഭൂമിയിലേക്ക് വരുമ്പോഴും നീ കുളിച്ചു, ഇവിടുന്ന് പോകുമ്പോഴും നിന്നെ പ്രിയപ്പെട്ടവർ കുളിപ്പിച്ചു. എന്നിട്ട് ആ കൊണ്ടുപോകുന്ന രംഗം ആലോചിച്ചു. കർപ്പൂരടക്കമുള്ള സുഗന്ധം പുരട്ടിയിട്ട് ആ മയ്യത്തിനെ കൊണ്ടുപോയി വെക്കുന്നത് 6 അടി മണ്ണിലേക്കാണ്. യുക്തി മാറി നിൽക്കും അവിടെ, മനുഷ്യന്റെ ബുദ്ധി മാറി നിൽക്കും അവിടെ. കാരണം അങ്ങനെ ചിന്തിക്കുമ്പോൾ, കാരണം അത് കൊണ്ടുപോയി വെക്കണ മണ്ണക്ക്, അടുത്ത ദിവസം ഇത് പുഴുവരിക്കാനുള്ള ശരീരം, പിന്നെ ഇതിലെന്തിനാ അങ്ങനെ അത്ര പുരട്ടണത്? ഇതെന്താ ഇത്രമേൽ വൃത്തിയാക്കുന്നത്? അതാണ് ദീനുൽ ഇസ്ലാം. അത് ചിലപ്പോ ബുദ്ധിക്കും ചിന്തക്കും അപ്പുറമാണ്. അത്രമേൽ ആദരണീയമായിട്ട്, അത്രമേൽ പവിത്രമായിട്ട് ജീവിതത്തിൽ അവൻ അത്ര വൃത്തിയായിട്ട് കുളിച്ചിട്ടില്ല. പക്ഷെ മരിച്ചപ്പോ പ്രിയപ്പെട്ടവർ അത്രമേൽ അവനെ കുളിപ്പിച്ചു. ആലോചിക്കണം, നമ്മളെ സ്വകാര്യ ഭാഗങ്ങൾ ആരും കണ്ടിട്ടില്ല, കാണുന്നത് ഇഷ്ടമില്ല. ബാത്റൂമിൽ എത്രമേൽ ആനന്ദത്തോടെ നമ്മൾ സോപ്പും മറ്റും ഉപയോഗിച്ച് ഇങ്ങനെ കുളിക്കുമ്പോ കിട്ടുന്ന ഒരു ആനന്ദം, ഇത് ഒന്നും അറിയാതെ ഇങ്ങനെ കിടക്കുമ്പോ മറ്റുള്ളവരെ നമ്മളെങ്ങനെ കുളിപ്പിക്കുന്ന ഒരു രംഗം, അത് ഓർക്കുക. അള്ളാഹു പരലോക ജീവിതം വിജയിപ്പിച്ച് അനുഗ്രഹിക്കുമാറാകട്ടെ. ദിക്ർ കൊണ്ട് ഹൃദയം ശുദ്ധീകരിക്കണം, ഖുർആൻ കൊണ്ട് ജീവിതം ശുദ്ധീകരിക്കണം, സത്യം കൊണ്ട് നാവിനെ ശുദ്ധീകരിക്കണം, ഹലാല് കൊണ്ട് സമ്പാദ്യത്തെ ശുദ്ധീകരിക്കണം. ഇതൊക്കെ ശുചിത്വം, ജീവിതാക ശുചിത്വം, വിശ്വാസം ശുചിത്വം, കർമ്മം ശുചിത്വം, ജീവിതം ശുചിത്വം. മറ്റുള്ളവർക്ക് ഒരു തരത്തിലുള്ള പ്രയാസം ഉണ്ടാക്കരുത്. എനിക്കെൻ്റെ ഭാര്യമാരെ ഇഷ്ടമാണ്, എനിക്ക് സുഗന്ധദ്രവ്യത്തെയും ഇഷ്ടമാണ്. റസൂലുള്ളാഹിന്റെ വല്ലാത്തൊരു വാക്കാണ്. ആള് കൂടുന്നിടത്തേക്ക് പോകുമ്പോ നല്ല വൃത്തിയിൽ പോകണം, നല്ല ശുചിത്വത്തിൽ പോകണം. നമ്മുടെ വിയർപ്പിന്റെ ഗന്ധം മറ്റുള്ളവനെ കൊണ്ട് പറയിപ്പിക്കരുത്. നമ്മുടെ വായയുടെ ദുർഗന്ധം അല്ലെ, എങ്ങനെ അയാളോട് പറയാം? അങ്ങനെ പറയുന്ന എത്ര മനുഷ്യന്മാരുണ്ട്. ഇവർ കുറച്ച് വിട്ടെന്ന് വർത്താനം പറയാൻ നല്ലത് എന്ന് ഉള്ളുകൊണ്ട് ശപിക്കുന്ന മനുഷ്യന്മാർ. അതുകൊണ്ട് ശ്രദ്ധിക്കണം. അതുകൊണ്ട് ആ പള്ളിയിൽ ഉള്ളിരുന്നിട്ട് നീ വരരുത് എന്ന് സ്വഹാബിയെ ഉപദേശിച്ചു വിശുദ്ധ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അറബികളുടെ ഭക്ഷണത്തിൽ അന്നും ഉള്ളി ഇഷ്ടായിരുന്നു അവർക്ക്. അതുകൊണ്ട് പള്ളിയിൽ ഇങ്ങനെ വരരുത് എന്ന് പറഞ്ഞു. അതിന്റെ ദുർഗന്ധം മറ്റുള്ളവർക്ക് പ്രയാസമാണ്. അവിടെ ശുചിത്വം. പ്രാരംഭ പ്രാർത്ഥന ഉണ്ട് നിസ്കാരത്തില്, അത് പഠിപ്പിച്ചെടുത്ത് കാണാം. അല്ലാഹുമ്മ
ബാഇദ് ബൈനി വ ബൈന ഖതായായ. അങ്ങനെ വന്നിട്ട് കാണാം അല്ലാഹുമ്മ നഖിനി മിൻ ഖതായായ, എൻ്റെ പാപങ്ങളിൽ നിന്ന് എന്നെ വൃത്തിയാക്കണം, ശുചിയാക്കണം. ഉദാഹരിക്കുന്നത് കമാ യുനഖ്ഖസ്സൗബുൽ അബിയദു മിനദ്ദനസ്, വെള്ളവസ്ത്രം അഴുക്കിൽ നിന്ന് ശുചിയാക്കുന്ന പോലെ. മരിച്ചിട്ട് പ്രിയപ്പെട്ടവന് വേണ്ടി നമ്മൾ നടത്തുന്ന ദുആയിലും അത് കാണുന്നു. അല്ലാഹുമ്മ അഗ്സിൽഹു ബിൽ മാഇ വസ്സൽജ് വൽ ബറദ്, ആലിപ്പഴം കൊണ്ട് കഴുകണേ, ഐസ് വെള്ളം കൊണ്ട് കഴുകണേ, തണുത്ത വെള്ളം കൊണ്ട് കഴുകണേ. എന്നിട്ട് വനഖിഹി മിനൽ ഖതായായ കമാ യുനഖ സൗബുൽ അബിയദു മിനദ്ദനസ്, തൂവെള്ള നിറം ഇങ്ങനെ തെളിഞ്ഞു പോയി, അതിന്റെ ചളിയുള്ള ഭാഗങ്ങൾ പോയപ്പോ അത് വീണ്ടും വെട്ടിത്തിളങ്ങാൻ തുടങ്ങി. പടച്ച റബ്ബേ, ഈ മനുഷ്യന്റെ ആത്മാവിനെ പാപങ്ങളിൽ നിന്ന് നീ കഴുകി ശുദ്ധീകരിക്കണമേ എന്ന ദുആ. എല്ലാ അർത്ഥത്തിലും വൃത്തിയുടെ ഭാഗം, ശുചിത്വത്തിന്റെ ഭാഗം, പുണ്യനബി നമ്മളെ പരിശീലിപ്പിച്ച ഭാഗം, അത് പ്രാവർത്തികമാക്കുക എന്നുള്ളത് ആരെക്കാൾ കൂടുതൽ നമുക്ക് ഓരോരുത്തർക്കും പ്രധാനമാണ്. തീർച്ചയായിട്ടും അത് വിശ്വാസത്തിന്റെ ഭാഗമാണ്, അത് വിശ്വാസിയുടെ ലക്ഷണത്തിന്റെ ഭാഗമാണ്, അത് അള്ളാഹു ഇഷ്ടപ്പെടുന്ന പ്രവർത്തനങ്ങളുടെ കൂട്ടത്തിലാണ് എന്ന് വിശുദ്ധ ഖുർആൻ തന്നെ ബോധ്യപ്പെടുത്തിയതാണ്. അങ്ങനെ ഉള്ളും പുറവും ശുചിത്വമുള്ള നല്ല വിശ്വാസികളായി അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മളെ എല്ലാവരെയും ആക്കി തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ.